ബലൂചിസ്ഥാൻ മേഖലയിൽ എന്ത് നടക്കുന്നു എന്നത് ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ച് വെറും കൗതുകം മാത്രമായിരിക്കില്ല. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആ മേഖലയിലെ പല സർക്കാർ കെട്ടിടങ്ങളും പിടിച്ചെടുത്തു. സർക്കാർ ഓഫീസുകളുടെ നിയന്ത്രണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റെടുത്തു. അവർ കുറെ മുന്നേറുന്നുണ്ട്. തുടർച്ചയായി പാക് സൈന്യത്തെ ആക്രമിക്കുന്നുണ്ട്. അതാണ് ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യം. POKയിലെ ജനങ്ങൾ നിരന്തരമായി പാക് ഭരണകൂടത്തിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളടക്കം വാർത്താ ഏജൻസികൾ നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഒരു ഭാഗത്ത് പാകിസ്ഥാനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങേറ്റം ദുർബലമാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യം അരാജകത്വം ഉണ്ട്. സാമ്പത്തികമായി അങ്ങേറ്റം കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരു കിലോ ആട്ടയ്ക്ക് 350 രൂപ കൊടുക്കണം. പാകിസ്ഥാൻ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് 280 രൂപയാണ്. ഇതൊക്കെ നമ്മളുടെ മുന്നിലുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഈ നിലയിൽ അങ്ങേറ്റം ദുർബലമായ സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു രാജ്യം ഇപ്പോൾ ഈ പറയുന്ന 9 ഭീകരവാദ കേന്ദ്രങ്ങളെ നമ്മൾ തച്ചുടച്ചതിന് പ്രതികാരം ചോദിക്കാൻ ഇറങ്ങിയാൽ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവിടുത്തെ ഭരണ നേതൃത്വത്തിനും സൈനിക നേതൃത്വത്തിനും അല്ലെങ്കിൽ ചുരുക്കം ISIക്കെങ്കിലും അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അമിത ആത്മവിശ്വാസത്തോടെ ഇറങ്ങി ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കത്തിന് പാകിസ്ഥാൻ മുതിരാനുള്ള സാധ്യത കുറവല്ലേ. തന്നെയുമല്ല, ആഗോള സമ്മർദ്ദം മുഴുവൻ പാകിസ്ഥാൻ എതിരല്ലേ നമ്മൾ ലോക സാഹചര്യം ആകെ വിലയിരുത്തുമ്പോൾ. വിജയകുമാർ, പാകിസ്ഥാനെ സംബന്ധിച്ച് ആഭ്യന്തര സംഘർഷങ്ങളിൽ ആ രാഷ്ട്രം ഉഴലുകയാണ്. അത് ബലൂചിസ്ഥാനിൽ നടത്തിയിട്ടുള്ള അടുത്തിടെ തീവണ്ടി തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന തരത്തിൽ അവിടെ ബലൂചിസ്ഥാനിലെ വിമോചന പ്രവർത്തകർ നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ നേതൃത്വത്തിനെതിരെ നടത്തുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടെ ദുർബലമായ രാഷ്ട്രീയ നേതൃത്വമാണ് പാകിസ്ഥാനിലുള്ളതെന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ഇന്ത്യ കരുത്താർജിക്കുന്നു. കശ്മീരാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ പ്രധാനമായും നേരത്തെ രാജ്യാന്തര വേദികളിലൊക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള വിഷയം. കശ്മീരിനെ സംബന്ധിച്ച് സമാധാനപൂർണ്ണമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗമായി അവരുടെ മാറുന്നു. സാധാരണ നിലയിൽ കശ്മീർ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു രാജ്യാന്തര ശ്രദ്ധയിലേക്ക് ഈ കശ്മീർ വിഷയം കൊണ്ടുവരുന്നതിനാകാം അവർ പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിപ്പോൾ ചുട്ട മറുപടി ഇന്ത്യ അവരുടെ മണ്ണിലെ ഭീകര താവളങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ കടന്നുകൊണ്ട് ഈ ആക്രമണം നടത്തിയവരുടെ വേരുകൾ നശിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. അങ്ങനെ ലഷ്കർ സ്ഥാപകൻ ഹഫീസ് സയ്യിദിൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവായ മൗലാന മസൂദ് അസറിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളിൽ തന്നെ പോയി ആക്രമണം നടത്തിക്കൊണ്ട് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിൽ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ജില്ല തന്നെ കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിലെ വിമോചന പ്രവർത്തകർ പിടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അവിടെ ആഭ്യന്തര സംഘർഷം കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ പാക് മണ്ണിൽ കടന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ പാക് മണ്ണിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ ആക്രമണം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ രാവിലെ 10 മണിക്ക് സൈന്യം നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാകും വ്യക്തമാവുക. എന്തായാലും ഈ പാകിസ്ഥാൻ അത് ഇന്ത്യൻ വ്യോമ മേഖലയിൽ നിന്നുള്ള ആക്രമണമാണെന്ന് പറയുന്നു. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന കാര്യം നമുക്ക് 10 മണിക്കാണ് വാർത്താ സമ്മേളനത്തിൽ അറിയേണ്ട കാര്യം. ഇത് വലിയ പ്രഹരശേഷിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 9 കേന്ദ്രങ്ങളിലെ വളരെ പ്രിസൈസായി വളരെ ഷാർപ്പായ അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞ ഈ പറയുന്ന ഈ മുസാഫറാബാദിലെ പാക് ആർമിയും ISIയും ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു ടെറർ സെൽ പൊളിച്ചു എന്ന വിവരമടക്കം പറയുന്നു. പറഞ്ഞാൽ അത്രയും ഷാർപ്പാണ്, അത്രയും പ്രിസൈസാണ് ആ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ 9 കേന്ദ്രങ്ങളിലും 9 കേന്ദ്രങ്ങൾ എണ്ണി എടുത്താൽ എന്തുകൊണ്ട് ഇന്ത്യൻ സേന അത് ടാർഗറ്റ് ചെയ്തു എന്ന് കൃത്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് ലഷ്കർ ഇ തോയ്ബയുടെ ബേസ് ക്യാമ്പുള്ള സ്ഥലമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ സ്ട്രോങ് ഹോൾഡുകളാണ്. അവിടെ ടെറർ ക്ലസ്റ്റർ ക്യാമ്പുള്ള സ്ഥലമാണ്. അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമിരിക്കുന്ന സ്ഥലമാണ്. അവരുടെ ബേസ് ക്യാമ്പുള്ള സ്ഥലമാണ്. അവരുടെ ഈ പറഞ്ഞ ഭീകരവാദ നഴ്സറികൾ കുടികൊള്ളുന്ന സ്ഥലമാണ്, ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ 9 സ്ഥലങ്ങൾ എന്ന് ചോദിച്ചാൽ രാജ്യത്തിന് കൃത്യമായ മറുപടി എന്തുകൊണ്ട് വൈ ദിസ് 9 സ്ഥലങ്ങൾ എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നമുക്കുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ കൂടി തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഈ പറയുന്ന കാര്യം ISIയുടെയും പാക് പട്ടാളത്തിൻ്റെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള ഈ ഒരു ഭീകരവാദ പരിശീലന കേന്ദ്രം അത് എന്തിനു വേണ്ടിയാണെന്ന കാര്യം ഏത് കുഞ്ഞിനും അറിയാം. അത് രാജ്യത്തേക്ക് കടന്നു കയറി നുഴഞ്ഞുകയറ്റം നടത്തി ആക്രമണം നടത്തുകയും പാക് സൈന്യത്തിൽ ഞങ്ങൾക്കിതിലൊന്നും അറിയില്ല, ഞങ്ങൾ ആലുവ മണപ്പുറത്ത് വെച്ച പരിചയം പോലും ഇവരൊന്നുമില്ല എന്ന് വ്യാജം പറയാനുള്ള സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ട് എന്നുകൂടിയുള്ള സ്ഥിരീകരണമാണ് പുറത്തു വരുന്ന ആ വാർത്ത സത്യമാണെങ്കിൽ. ശ്രീനാഥ്,
തീർച്ചയായും. മാത്രമല്ല ഈ സ്ഥലങ്ങളുടെ ഒരു ലൊക്കേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ മുറിഡിക്ക എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് ലാഹോറിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഈ രണ്ടാമത്തെ ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് മുൾട്ടാനിലേക്ക് ഏതാണ്ട് അത്ര തന്നെ ദൂരമേ വരുന്നുള്ളൂ. അതായത് പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ മുൾട്ടാൻ എന്നത് ഏതാണ്ട് സൈനിക കേന്ദ്രങ്ങൾ നിരവധിയുള്ള സൈനിക കണ്ടോൺമെൻ്റ് അടക്കമുള്ള പാകിസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. അതിന് മൂക്കിന് താഴെയാണ് ആ തരത്തിൽ മസൂദ് അസർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ മുറിഡിക്കയിലാവട്ടെ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനം ലാഹോറിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെ മാത്രമാണ് അവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതൊന്നും പാകിസ്ഥാൻ ഏതായാലും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. പക്ഷേ ലോകത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ തന്നെ കൃത്യമായി അവരുടെ സ്ഥാനമൊക്കെ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ ഒരു അടി കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ പാക് അധീന കാശ്മീർ ഭാഗത്തായിരിക്കും ഒരുപക്ഷെ ഒരു കൺഫ്രണ്ടേഷൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അവിടെ മാത്രമല്ല ഒരു 4 ആക്രമണം നടന്നിരിക്കുന്നത് ഈ പാകിസ്ഥാനിൽ തന്നെയാണ്. പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള പാകിസ്ഥാൻ എന്ന് തന്നെ വിളിക്കാവുന്ന അവരുടെ സ്വന്തം ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ രൂപീകരിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് അന്ന് തന്നെ വന്ന മേഖലയിലേക്കാണ് ഇന്ത്യ കയറി അടിച്ചിട്ടുള്ളത്. അത് തന്നെ 2 ഭീകരരുടെ പ്രധാനപ്പെട്ട താവളങ്ങളാണ്. അതിൽ ഈ ലഷ്കറിൻ്റെയൊക്കെ കൺട്രോൾ റൂമുകൾ തകർത്തു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഈ ഭീകര പ്രവർത്തനത്തിൻ്റെ തലയ്ക്ക് തന്നെ കിട്ടിയ അടിയായി മാറുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ നടത്തിയ ഈ ഒരു ആക്രമണം. ഏതായാലും സൈന്യം 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. 11 മണിയോടെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗമാണ്. അത് നേരത്തെ പഹൽഗാം ആക്രമണത്തിന് ശേഷം 2 തവണ ആ യോഗം ചേർന്നതാണ്. അതിനുശേഷം ഒരു സർവകക്ഷി യോഗം കൂടി കേന്ദ്ര സർക്കാർ വിളിച്ചേക്കും എന്നൊരു സൂചന കൂടി ഇന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ദില്ലിയിൽ തിരക്ക് പിടിച്ച പ്രധാനപ്പെട്ട ചർച്ചകളും വാർത്താ സമ്മേളനങ്ങളും ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്നു. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പറയാനുള്ള പാകിസ്ഥാൻ പ്രതികരണം കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സ്കൈ ന്യൂസിനോട് അവരുടെ വിദേശകാര്യമന്ത്രി അത്താഉല്ലാ തരാർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കൈ ന്യൂസിന്റെ അവതാരക തെളിവ് ചോദിക്കുമ്പോഴത്തേക്കും അത്താഉല്ലാ തരാർ പതിവ് പോലെ ബബ്ബ ഉരുണ്ട് കളിക്കലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാകിസ്ഥാന്റെ വ്യാജ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? അത് ഇനിയിപ്പോൾ റഫാലോ എന്തോ വെടിവെച്ചിട്ടൊന്ന് എന്ന് വ്യാജം പറഞ്ഞോട്ടെ, ആ വ്യാജം കൃത്യമായി പൊളിച്ചു കൊടുക്കാൻ നമ്മുടെ കരസേന കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തുവിട്ടതുപോലെ നമ്മൾ പാകിസ്ഥാന്റെ കള്ളങ്ങൾ പൊളിച്ചതുപോലെയുള്ള നീക്കങ്ങൾ കൂടി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കില്ലേ ശ്രീനാഥ്? തീർച്ചയായും ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പറഞ്ഞു തുടങ്ങിയ അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കള്ളങ്ങളുടെ എണ്ണം നിരവധിയാണ്. നമുക്കറിയാം ഈ വിരമിച്ച ഈ ഏപ്രിൽ മാസം 30-ാം തീയതി വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കിയെന്നുവരെ ഈ പാകിസ്ഥാൻകാർ വാർത്ത പടച്ചുവിട്ടതാണ്. അത് പിന്നീട് ഇന്ത്യൻ സൈന്യം തന്നെ അതിൽ എന്താണ് യഥാർത്ഥം എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതാണ്. അത് കുറച്ചുകൂടി കഴിയപ്പോഴേക്കും അത് റഫാൽ, അതായത് നമ്മുടെ കൈവശമുള്ള ഏറ്റവും അത്യാധുനികമായ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനത്തെ തന്നെ വെടിവെച്ചിട്ടു എന്നൊരു ഒരു 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 കഥ അവർ ഇങ്ങനെ മെനയുന്നുണ്ട്. അതിനും പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രം. ശ്രീനാഥ്, ഇത് നമ്മൾ ഈ പറയുന്ന സമയത്തും ഇവിടെ ഈ